യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ലോകം വ്യത്യസ്തമായ ഒരു ഭരണഘടനയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ 12:31. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു, അപ്പോൾ ഈ ലോകത്തിന് ഒരു പ്രഭുവുണ്ട്, ഈ ലോകത്തിന് ഒരു അധികാരിയുണ്ട്. ഭൂലോകത്തിന്റെ നിറവ് നമ്മുടെ കർത്താവിനുള്ളതാണ്, അല്ലേ? അപ്പൊ പിന്നെ ഈ ലോകത്തിന് എങ്ങനെ ഒരു അധിപതി വന്നത്? എപ്പോൾ ആദാം പാപം ചെയ്ത് വീഴ്ചയിൽ സംഭവിച്ചുവോ അന്ന് ഈ വീണുപോയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പിശാച് ഏറ്റെടുത്തിരിക്കുകയാണ്. അവന്റെ അധീനത്തിലാണ് ഇപ്പോൾ ഈ ലോകമായിരിക്കുന്നത്. ഇത് അവന് കീഴ്പ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനോട് പിശാച് പറഞ്ഞത്, നീ ഇതിന്റെ മുമ്പിൽ നിന്നൊന്ന് ചാടി എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ അധിപതി ആരാണ്? പിശാചാണ് ഈ ഭൂമിയുടെ അധിപതി. ഈ ഭൂമിയുടെ ഭരണാധികാരി നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോട് യോജിക്കുന്നയാളല്ലായക കൊണ്ട് ഈ ലോകം അവർക്ക് എന്തായിരുന്നില്ല? യോഗ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകം നമുക്കും യോഗ്യമല്ല. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചാൽ, സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവിനോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിൻ, നാം പോകാം. നോക്കുക, ഇവിടെയും ലോകത്തിന്റെ പ്രഭുവിനെ കുറിച്ച്, താനല്ലാത്ത ഒരു അധികാരം ഈ ലോകത്തിനുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വിളിച്ചു പറയുകയായിരുന്നു. ലോകം നമുക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ചിന്തയും നമ്മുടെ ചിന്തയും തമ്മിൽ ഏകീകരിക്കപ്പെടുന്നില്ല. There is conflict of interest. രണ്ട് കൂട്ടർക്ക് രണ്ട് താല്പര്യങ്ങളാണ്. അതൊരിക്കലും ഒരുപോലെ പോകുന്ന കാര്യമല്ല. രണ്ട്, ഈ ലോകത്തിന്റെ ഭരണാധികാരി വ്യത്യസ്തനായ ആളാണ്. എങ്കിലും നമുക്ക് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. 15-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കാം. ആമേൻ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി ഇതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. എന്തുകൊണ്ട് ലോകം നമ്മെ പകയ്ക്കുന്നു? ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന് ഈ ലോകം യോഗ്യമായിരുന്നില്ല. ഈ ലോകത്തിന്റെ ഒരു സമ്പ്രദായങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന് യോഗ്യമായിരുന്നില്ല. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഈ ലോകം യോഗ്യമായിരുന്നില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന് ഈ ലോകം യോഗ്യമായിരുന്നില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇവിടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്താ കാര്യം എന്നറിയാമോ? 16-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കാൽവരിയിൽ തന്റെ ജീവൻ ബലിയായി അർപ്പിക്കുമ്പോൾ പിശാച് വ്യാമോഹിച്ചത് യേശുവിന്റെ നാമം അവസാനിച്ചിരിക്കുന്നു, യേശുവിൽ കൂടെയുള്ള വിമോചന പ്രസംഗം അവസാനിച്ചിരിക്കുന്നു എന്നാണ് അവൻ വിചാരിച്ചതെങ്കിൽ കാൽവരിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്നറിയാമോ? കാൽവരിയിൽ നമ്മുടെ കർത്താവ് പിശാചിന്റെ മേൽ ജയഘോഷം കൊണ്ടാടുകയായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ മരണത്താൽ പിശാചിന്റെ ശക്തിയുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ മരണത്താൽ പിശാച് കെട്ടിയ പാപത്തിന്റെ ആ കെട്ടിൽ നിന്ന് നമുക്ക് വിമോചനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ധൈര്യസമേതം പറഞ്ഞത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെട്ടു പോകരുത്. എന്താ കാരണം? ഉടയവനായ എന്നെ അത് എത്രയോ നാളുകൾക്ക് മുമ്പേ പകച്ചിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് അതിശയമല്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അത് അതിശയകരമായ ഒരു കാര്യമല്ല. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയവീരനായ
ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു സത്യത്തിന് നേരെ നമുക്ക് കണ്ണടയ്ക്കുവാൻ സാധ്യമല്ല. എന്താണത്? ഈ ലോകം നമുക്കും യോഗ്യമല്ല. ഈ ലോകം നമുക്കും യോഗ്യമല്ല. എന്താ കാരണം? ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ലോകത്തിന്റെ പൗരന്മാരല്ല, ഈ ലോകത്തിന്റെ അവകാശികളല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ലോകം നമ്മെ പകയ്ക്കുന്നു, അവർ നമ്മോട് വിദ്വേഷം കാട്ടുന്നു, അല്ലെങ്കിൽ അവിടെ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഈ ലോകത്തോട്, നമ്മെ പകയ്ക്കുന്ന ഈ ലോകത്തോട് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞതാണ്. എന്താണ് ഈ ലോകത്തോട് നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കാം. നോക്കുക, ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നു, ഈ ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, എങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം. ഏതായാലും ഈ ലോകം നമുക്ക് യോഗ്യമല്ല, ഇവിടെ നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് വിശേഷിച്ച് കാര്യമില്ലല്ലോ. അല്ല, നിന്നെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് എൻ്റെ കർത്താവാണ്. അതിന് എൻ്റെ കർത്താവിന് സവിശേഷമായ ഒരു ഉദ്ദേശമുണ്ട്. അത് നിവർത്തിക്കപ്പെടേണ്ടത് ആവശ്യവുമാണ്. എന്താണത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന് വെളിച്ചം പകരണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ന് ഈ ലോകത്തിൽ ധാർമ്മികതയുടെ എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ, ഇന്ന് ഈ ലോകത്ത് സമാധാനത്തിന്റെ എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ, ഇന്ന് ഈ ലോകത്ത് അനുരഞ്ജനത്തിന്റെ എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ പ്രതീക്ഷയുടെ എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ, അതെവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയാമോ? ദൈവമക്കളിൽ നിന്ന് വരുന്നതാണ്. മാത്രമല്ല, ദൈവമക്കളിൽ നിന്ന് വരേണ്ടതുമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ വെളിച്ചം പകരണം നമ്മുടെ ജീവിത ശൈലി കൊണ്ട്. ഈ ലോകത്തിന് നമ്മൾ വെളിച്ചം പകരണം നമ്മുടെ ആശയ സമ്പുഷ്ടത കൊണ്ട്. ഈ ലോകത്തിന് നമ്മൾ വെളിച്ചം പകരണം നമ്മുടെ സമാധാന ശീലം കൊണ്ട്. നമ്മളോട് വെളിച്ചം ചോദിക്കുന്നു ഈ സമൂഹം. സംശയമുണ്ടോ? ഈ സമൂഹം നമ്മളോട് വെളിച്ചം ചോദിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസും ശീലാസും ലൂക്കോസും അവരെല്ലാവരും കൂടെ ചേർന്ന് ഫിലിപ്പിയിലെ സുവിശേഷീകരണത്തിന് കടന്നുപോയത് നമുക്ക് വായിക്കാൻ കഴിയും. നമ്മൾ അനവധി പ്രസംഗങ്ങൾ അതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഫിലിപ്പിയിലെ അവർ സുവിശേഷം അറിയിച്ചു. ലുദിയ എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറക്കുവാനിടയായി തീർന്നു. ലക്ഷണവിദ്യ പറഞ്ഞു നടന്ന ഒരു സ്ത്രീയുടെ മേൽ നിന്ന് ദുരാത്മാവ് പുറപ്പെട്ടു പോകുവാനിടയായി തീർന്നു. അവള് സുബോധം പ്രാപിക്കുവാനിടയായി തീർന്നു. അത് യജമാനന്മാരുടെ ലാഭം നഷ്ടത്തിലാക്കുന്നു എന്നറിഞ്ഞ് ആ പട്ടണത്തിൽ വലിയ കലക്കമുണ്ടാക്കുവാനിടയായി തീർന്നു. അങ്ങനെ കലക്കമുണ്ടായതിനു ശേഷം പൗലോസിനെയും ശീലാസിനെയും ശാരീരികമായി പീഡിപ്പിച്ച് മുറിവേൽപ്പിച്ച് അവരെ കാരാഗ്രഹത്തിൽ അടച്ചത് നമ്മൾ ആ അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ ഉള്ളറയില് പ്രാർത്ഥിച്ച് കർത്താവിനെ പാടി ആരാധിച്ചത് നമ്മൾ ആ തിരുവെഴുത്തിന്റെ ഭാഗത്ത് വായിക്കുന്നു. അപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയെന്നും ചങ്ങലകളിൽ നിന്ന് അഴിഞ്ഞു മാറ്റപ്പെട്ടവരായി അവിടെ ഉണ്ടായിരുന്ന കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്നവർ, അല്ലെങ്കിൽ കുറ്റവാളികൾ, അവരെല്ലാം സ്വതന്ത്രരായി തീർന്നുവെന്നും എല്ലാം നമ്മൾ അവിടെ വായിക്കുന്നു. ആ വായിക്കുന്നതിനോട് ചേർത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ സന്ദർഭത്തിൽ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടിയെത്തി. അതെന്തൊരു വിരോധാഭാസം എന്നാലോചിച്ച് നോക്ക്. അതിന്റെ അധികാരികളല്ലല്ലോ അവര്. അവരുടെ കയ്യിലാണോ വിളക്കുള്ളത്? അവരുടെ കയ്യിലാണോ എണ്ണയുള്ളത്? അവരുടെ കയ്യിലാണോ മണ്ണെണ്ണയുള്ളത്? അവർക്കാണോ ഇതിന്റെ മേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്? അവർക്കാർക്കുമല്ല ചെയ്യാൻ കഴിയുന്നത്. അവിടെ അല്പമെങ്കിലും വെളിച്ചം കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യേണ്ടയാൾ കാരാഗ്രഹ പ്രമാണിയാണ്. എന്നാൽ ഈ അന്ധകാരത്തിൽ നിനക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈ അന്ധകാരത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അവന്റെ ശിഷ്യന്മാർക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ.